നിങ്ങൾ എങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്? അതെ, പോലീസ് വന്ന് സംസാരിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ ഞങ്ങളും അറിയുന്നുള്ളൂ. അതുവരെ ഇത് വെറുതെ പറയുന്ന കേസാണെന്നേ ഞങ്ങളും ഓർത്തുള്ളൂ. എന്താ ഒന്നും മിണ്ടാക്കുന്നത്? ചേച്ചി ചോദിച്ചതിന് മറുപടി പറ. നീയൊക്കെ വെറും സൈക്കോ ആണല്ലോ. നിന്നെയൊക്കെ പ്രേമിക്കാനോ കൂടെ കഴിയാനോ ഒരു പെണ്ണിനും കഴിയില്ല. ആരെങ്കിലും അതിന് വന്നാൽ അവരുടെ ജീവിതം കുട്ടിച്ചോറാവും. പൊന്നു മോളെ, കൂട്ടുകാരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം കൂടെ കൂട്ടാൻ. അല്ലെങ്കിലേ ഇമാതിരി പണി കിട്ടും. പി സി, അവരെ വിട്ടേക്ക്. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. എനിക്കൊരു സംശയം. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇനി ഇവനെ കോടതിയിൽ ഹാജരാക്കിയിട്ടേ മീഡിയയോട് സംസാരിക്കൂ. കേരള വണ്ടിയിലും കേറാൻ. സാറേ, ഇതുപോലെ ഇനി ഒത്തിരി കേസുകൾ സാറിന് തെളിയിക്കാൻ പറ്റട്ടെ. അതിനെന്താ, തെളിയിക്കാം. സർ, ബിഗ് ഫാൻ സർ. സ്റ്റേഷനിൽ ചെന്നിട്ട് എല്ലാം ചോദിച്ച് ശരിക്കൊന്ന് പഠിക്കണം. ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല. വണ്ടി എടുക്കണോ? ഓക്കെ സർ. ചേച്ചി, ഒരുപാട് താങ്ക്സ് ചേച്ചി. നിങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ജിത്തുവിനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജയിലിലായനെ. ഏട്ടാ, നീ ഇങ്ങനെ കരയാതെ. എല്ലാം കഴിഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? നിനക്കൊരു പ്രശ്നം വന്നാ ഞങ്ങള് മാറി നിൽക്കൂ. നിന്റെ ചേട്ടനും ചേച്ചിയല്ലേ ഞങ്ങള്. നിങ്ങൾ എങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത്? അതെ, പോലീസ് വന്ന് സംസാരിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ ഞങ്ങളും അറിയുന്നുള്ളൂ. അതുവരെ ഇത് വെറുതെ പറയുന്ന കേസാണെന്നേ ഞങ്ങളും ഓർത്തുള്ളൂ. എന്താ ഒന്നും മിണ്ടാക്കുന്നത്? ചേച്ചി ചോദിച്ചതിന് മറുപടി പറ.
അത് ആദ്യം പോലീസ് വന്ന സമയത്ത് ഈ കേസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് വെച്ച് റിസോർട്ടിലും പോലീസിലുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചറിഞ്ഞു. കിരൺ അത്രയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? അത് അവിടുത്തെ ഡ്രൈവറും സ്റ്റേഷനിലെ PC ഒക്കെയാ. അതെ, അവരെ ഈ കൊലപാതകം മതി. പിന്നെയും കൊലപാതകം എന്ന് പറഞ്ഞ് സ്വൈര്യം കളയുന്നത് എന്തിനാ? മോള് രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതിപ്പോ എങ്ങനെയായാലും സാരമില്ല. എന്റെ ദൈവമേ, ഇത്രയും സമയം കൊണ്ട് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. നിന്റെ പ്രാർത്ഥന ഫലം കണ്ടു നീരജെ. കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോയില്ലേ? നീ എന്തിനാ മോളെ ഇനി ഇങ്ങനെ കരയുന്നെ? പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? അതല്ല ചേച്ചി, ഞാൻ കാരണം നിങ്ങളെല്ലാരും ഒരുപാട് വിഷമിച്ചില്ലേ? അതൊന്നും സാരമില്ല. നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിനക്ക് എന്നോടൊന്ന് പറയാമായിരുന്നു. ഞാനതിന് എന്തേലും ഒരു പരിഹാരം കണ്ടുപിടിക്കില്ലായിരുന്നോ? ഈ ഡ്രാമ ഇനിയൊന്നും ഒന്നും തീരില്ലേ? അവളുടെ ഒരു കരച്ചിലും പൂർണിമയുടെ ആശ്വസിപ്പിക്കലും എന്തെങ്കിലും ഒന്ന് നടക്കുമെന്നോർത്ത് അത് നടന്നില്ല. ഇനി എന്റെ മോള് കരയാതെ. ഒന്നും നിന്റെ തെറ്റല്ലല്ലോ. എന്റെ അടുത്ത് വന്ന് പറയാൻ നിനക്ക് പേടിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെന്റെ കുഴപ്പമാ. നിനക്ക് ധൈര്യമായി എന്തും പറയാനും അതെന്ത് പ്രശ്നമായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കുമെന്നും ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ മോളെ. അതാ എന്റെ സങ്കടം. ഇനി ഈ വീട്ടിൽ ആർക്കും ഇങ്ങനൊരവസ്ഥ വരരുത്. ആരായാലും എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് വന്ന് പറഞ്ഞാ മതി. അതിന് ഇവളാരാ? സൂപ്പർമാനോ? നീ വാ മോളെ, കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലേക്ക് ഒന്ന് പോണം. മനസ്സൊന്ന് തണുക്കാൻ അത് സഹായിക്കും. വാ വാ. എന്താ പൃഥ്വി? ഏയ്, നിങ്ങളുടെ വീട്ടിലെ ആരോ ഒരാൾ പോലീസുകാരനാണ്.